സംസ്ഥാനത്ത് ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരുന്ന മണിക്കൂറുകളിൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നമുക്കറിയാം, ഇന്ന് ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ സ്കൂളുകളില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, ഓഫീസുകളില്ല. എല്ലാവരും വീട്ടിൽ വളരെ റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്. ആ അവസരത്തിലും വയനാട്ടിൽ ദുരന്തം നടന്ന ഇടത്ത് രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എവിടെയെങ്കിലും ജീവന്റെ തുടിപ്പുകൾ അവശേഷിക്കുന്നുണ്ടോ എന്നറിയാനുള്ള തിരച്ചിലുകളിലാണ്. ആ അവസ്ഥയിലാണ്, ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു മഴ മുന്നറിയിപ്പ് വരുന്നത്. എന്തായാലും എല്ലായിടത്തും എല്ലാവരും സുരക്ഷിതരായിരിക്കണം എന്നത് തന്നെയാണ് നമ്മുടെ ആവശ്യവും പ്രാർത്ഥനയും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം എല്ലാവരും സുരക്ഷിതരായിരിക്കുക. പുറത്തിറങ്ങുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള ജാഗ്രതകൾ പാലിക്കുക. കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ടാണ് നിലവിലുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുകയാണ്. പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട് എന്ന് അധികൃതർ വ്യക്തമാക്കി. രാവിലെ മുതൽ തന്നെ ഒരു തണുത്ത കാറ്റ് തിരുവനന്തപുരം ഭാഗങ്ങളിൽ വീശുന്നുണ്ട്. എല്ലായിടത്തും കാലാവസ്ഥയിൽ അതുപോലെയുള്ള സാഹചര്യങ്ങളാണ് നിലവിലുള്ളത്. കേരളത്തിൽ തുടർച്ചയായ അതിതീവ്ര മഴയ്ക്ക് കാരണമാകുന്നത് കൂറ്റൻ കൂമ്പാരമേഘങ്ങളാണ്. 1 മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് 2 എവറസ്റ്റ് കൊടുമുടി മേൽക്കുമേൽ നിൽക്കുന്നത്ര ഉയരത്തിൽ കൂമ്പാരമേഘം രൂപപ്പെടുന്നതിനാൽ കാലാവസ്ഥ പ്രവചനവും മുന്നറിയിപ്പും പലപ്പോഴും പാളാറുണ്ട്. മേഘപാളികൾ ഒന്നിനു മേലെ ഒന്നായി 14 മുതൽ 20 കിലോമീറ്റർ വരെ ഉയരത്തിൽ രൂപപ്പെടുന്നതിനെയാണ് കൂമ്പാരമേഘം അഥവാ ക്യുമുലോ നിംബസ് മേഘം എന്ന് പറയുന്നത്. വയനാട് ദുരന്തത്തിന് കാരണമായതും ദിവസങ്ങളോളം ഒരേ പ്രദേശത്ത് രൂപപ്പെട്ട അതിതീവ്ര മഴ പെയ്യിപ്പിച്ച കൂമ്പാരമേഘങ്ങളാണ്. തീവ്ര നാശനഷ്ടം വിതയ്ക്കുന്ന ലഘുമേഘ വിസ്ഫോടനങ്ങൾക്കും മിന്നൽ ചുഴലികൾക്കും കൂമ്പാരമേഘം കാരണമാകാം. മൺസൂൺ കാലത്ത് 10,000 ചതുരശ്ര കിലോമീറ്റർ വരെ വിസ്തൃതിയിൽ മഴ പെയ്യുന്ന മേഘപടലങ്ങളും രൂപപ്പെടുന്നു. അറബിക്കടലിലെ ചൂട് വർദ്ധിക്കുന്നതാണ് കേരളത്തിൽ കൂമ്പാരമേഘങ്ങളുടെ സാന്നിധ്യം വർദ്ധിക്കാൻ കാരണമെന്ന് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ റഡാർ ഗവേഷണ കേന്ദ്രം സയന്റിസ്റ്റ് ഡോക്ടർ MG മനോജ് അറിയിച്ചിരുന്നു. കാലാവസ്ഥാ മാതൃകകളെ അൽഗോരിതത്തിന്റെ സഹായത്തോടെ വിലയിരുത്തി 6 മണിക്കൂർ മുതൽ ദിവസങ്ങളോളം മുൻകൂട്ടി കാലാവസ്ഥ പ്രവചിക്കുന്ന സംവിധാനം പിഴയ്ക്കുന്നതിന്റെ ഉദാഹരണമാണ് നാം വയനാട് ദുരന്തത്തിൽ കണ്ടത്. 1 മുതൽ 6 മണിക്കൂർ ഇടവേളയിൽ റഡാർ നിരീക്ഷണത്തെ അടിസ്ഥാനമാക്കിയുള്ള നൗകാസ്റ്റ് ഏറെക്കുറെ കൃത്യമായ പ്രവചനം നൽകാറുള്ള സംവിധാനമാണ്. പക്ഷേ 1 മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് പെട്ടെന്ന് കാലാവസ്ഥാ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ചക്രവാത ചുഴികളുടെ ഫലമായി കാറ്റിന്റെ ദിശയിൽ പെട്ടെന്നുള്ള വ്യതിയാനം സംഭവിക്കുന്നു. ഇതെല്ലാം മേഘങ്ങളുടെ സഞ്ചാരപാത കണക്കാക്കുന്നതിനെ തെറ്റിക്കാറുണ്ട്. കൂമ്പാരമേഘങ്ങൾ രൂപപ്പെടുമ്പോൾ അന്തരീക്ഷത്തിലെ ചൂടുവായു മുകളിലേക്ക് ഉയരും. മേഘങ്ങളിൽ നിന്ന് തണുത്ത കാറ്റ് താഴേക്ക് പ്രവഹിക്കും. ഇതൊക്കെ തന്നെയാണ് പലയിടത്തും പെട്ടെന്ന് വലിയ നാശം വിതയ്ക്കുന്ന മിന്നൽ ചുഴലികൾ ഉണ്ടാകാൻ കാരണം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ 2ാം ഘട്ട കാലാവസ്ഥാ പ്രവചന പ്രകാരം ഈ മാസം വയനാട് ഒഴികെയുള്ള മധ്യവടക്കൻ കേരളത്തിൽ സാധാരണ ലഭിക്കുന്നതിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. മറ്റു ജില്ലകളിൽ സാധാരണയിലും മഴ കുറയും എന്നാണ് പ്രവചനം. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ മധ്യവടക്കൻ കേരളത്തിൽ മഴ ലഭ്യത കൂടും. തിരുവനന്തപുരം, കൊല്ലം ഉൾപ്പെടുന്ന തെക്കൻ കേരളത്തിൽ മഴ പതിവിലും കുറയും എന്നാണ് പ്രവചനം. ജൂലൈ 1 മുതൽ 31 വരെയുള്ള കാലയളവിൽ കേരളത്തിൽ അധികമായി ലഭിച്ചത് 16% മഴയാണ്. അതേസമയം ജൂൺ 1 മുതൽ ജൂലൈ 31 വരെയുള്ള മൺസൂൺ സീസണിലെ ആകെ മഴ ലഭ്യതയിൽ 4% കുറവുണ്ടായി. ജൂലൈയിൽ ശരാശരി 653.5 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് 760.5 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. എന്തായാലും ഇന്നത്തെ ദിവസം മഴ മുന്നറിയിപ്പുള്ളതുകൊണ്ട് എല്ലായിടത്തും മഴ മുന്നറിയിപ്പുള്ളിടത്ത് എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക, സുരക്ഷിതരായിരിക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.